നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് ഇത് ചെയ്തത് എന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ബാക്ക് ബെഞ്ചേഴ്സ് തന്നെ ആർക്കിടെക്ചർ ഡിസൈൻ ഇന്ത്യൻ ഡിസൈൻ അവാർഡ് എനിക്ക് ബാംഗ്ലൂർ വെച്ച് തന്നെ കിട്ടി. എനിക്ക് അത് നല്ലൊരു അച്ചീവ്മെന്റ്. അത് പ്രൈം പ്രൊജക്ട് എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ലെവലിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റും കൂടിയാണ് ജ്യോതിയിലത്തെ പ്രൊജക്ട്. വെൽക്കം ടു കോൺസെപ്റ്റ് ടു ക്രിയേറ്റ്. എൻ്റെ കൂടെ കാറ്റ്പെൻഡർ ചെയർമാൻ ജോ സണ്ണി കാട്ടുകാരനാണ്. ലെറ്റ്സ് ടോക്ക് ടുഗെദർ. താങ്ക് യു നിമിഷ. പഠിച്ച കോളേജിൽ നമ്മൾ തിരിച്ചു പോവുക എന്ന് പറയുന്നത് സാധാരണ റീയൂണിയൻ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് തിരിച്ചു പോവുക. ഇത് രണ്ടും അല്ലാണ്ട് ഒരു പ്രൊജക്റ്റിന് പോവുക, ആ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ നാഷണൽ അവാർഡ് വാങ്ങിക്കുക, സത്യത്തിൽ വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ശരിയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ 2014 ഞാൻ ജ്യോതി എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഞാൻ ഇറങ്ങുന്നത്. അതിനുശേഷം കുറേ ബിസിനസ് ചെയ്തു. അങ്ങനെ 7ാമത്തെ ബിസിനസ്സാണ് കാറ്റ്പെൻഡർ. ഓക്കെ. അത് പ്യൂർലി കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് ബിസിനസ് ആയിരുന്നു. അങ്ങനെ 2016 ഞാൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അന്നത്തെ ഉണ്ടായിരുന്ന 3 അച്ഛന്മാരാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഫാദർ ജിൻഡോ, ഫാദർ ജോജു, ഫാദർ റോയ് വടക്കൻ. റോയ് വടക്കൻ അച്ഛനിൽ നിന്നും അന്നത്തെ ഹെഡ്. അപ്പോൾ അവരുടെ ഒരു ഇൻസ്പിറേഷനിലാണ് അന്നൊരു ഫാബ് ലാബ് എന്നൊരു കോൺസെപ്റ്റ്. അത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് കോളേജുകളിൽ ഉണ്ടായിരുന്നുള്ളൂ ഫാബ് ലാബ് എന്ന് പറയുന്നത്. ഫുള്ളി റോബോട്ടിക്സ് കയ്യിലേക്കായിട്ടുള്ള ഒരു ലാബാണത്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇന്നും കോളേജിൽ ഒരു ഐക്കോണിക് പ്രൊജക്റ്റ് പോലെ അവിടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന പ്രൊജക്റ്റാണത്. അതിന് എനിക്ക് അന്ന് ആർക്കിടെക്ചർ ഡിസൈൻ ഇന്ത്യൻ ഡിസൈൻ അവാർഡ് എനിക്ക് ബാംഗ്ലൂർ വെച്ച് തന്നെ കിട്ടി. എനിക്ക് അത് നല്ലൊരു അച്ചീവ്മെൻ്റ്. അത് എൻ്റെ ഒരു പ്രൈം പ്രൊജക്റ്റ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ലെവലിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ പ്രൊജക്റ്റും കൂടിയാണ് ജ്യോതിയിലത്തെ പ്രൊജക്റ്റ്. സാധാരണ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മളെ ആലോചിക്കുക എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നല്ല മാർക്ക് വേണം, എന്നാലാണ് നമ്മുടെ നോട്ടീസ് ബോർഡിൽ നമ്മുടെ പേരുണ്ടാവുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ആലോചിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബാക്ക് ബെഞ്ചേഴ്സ് തന്നെ അല്ലെങ്കിലും ബാക്ക് ബെഞ്ചേഴ്സാണ് എപ്പോഴും വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതറിയില്ല, പക്ഷെ എങ്കിൽ പോലും പറയാം, ശരിക്കും ഈ ഒരു ലാബ് നിൽക്കുമ്പോൾ, അതായത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ നമ്മുടെ സ്റ്റുഡൻ്റ് ആണ് ഇത് ചെയ്തത് എന്ന് കാണുമ്പോൾ ഉണ്ടാവും. ആ ലാബ് മാത്രമല്ല, അതിന് തുടർന്ന് സ്റ്റിൽ ഇപ്പോൾ 2025 ആയിട്ടും അവർ പുതിയൊരു പ്രൊജക്റ്റ്, ഒരു ക്യാൻറ്റീൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പ്രൊജക്റ്റ് ജ്യോതിയിൽ തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും.